എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല ഈഴക്കോട് നമുക്ക് 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട് വരുന്നത് നമുക്ക് 5.5 സെന്റിന്റെ അകത്ത് 2400 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. 5 ബെഡ്റൂം വരുന്നുണ്ട്, 5 അറ്റാച്ച്ഡ് ആണ്. അതേപോലെ അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല ഈഴക്കോട്. നമുക്ക് ഈഴക്കോട് നിന്ന് തിരുമല നമുക്ക് 2.5 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ഈഴക്കോട് നിന്ന് നമുക്ക് തിരുമല പോകാൻ 2.5-3 കിലോമീറ്റർ അതിന്റെ അകത്തേ ഉള്ളൂ. അപ്പോൾ ഈ വീടിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 1,25,00,000 രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട് വന്നിട്ട് ഇതാണ്. എന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ വീടാണ്. അപ്പോൾ നമുക്ക് ഇത് വരുന്നതെന്ന് നമുക്ക് 5.5 സെന്റില് നമുക്ക് 2400 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാർ പാർക്കിംഗ് വന്നിട്ട് നമുക്ക് 3 കാർ, വലിയ 3 കാറുകളുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്ക് വാട്ടർ കണക്ഷന് നമുക്ക് കിണറും വരുന്നുണ്ട്, അതേപോലെ ലൈൻ പൈപ്പും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട്, നമുക്ക് വലിയൊരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിസൈൻ വർക്ക്, നമ്മുടെ തടിയിൽ നല്ല രീതിയിൽ തന്നെ കൊത്തുപണിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോറിൽ വന്നിട്ട് നമുക്ക് മണിച്ചിത്ര താഴിന്റെ ലോക്കും കാര്യങ്ങളാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് സ്റ്റാൻഡേർഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ വീടിന് വന്നിട്ട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് തടിയിലെ ഡിസൈൻ വർക്കൊന്നും ഒരു രക്ഷയില്ല, കൊത്തുപണികളായിരുന്നാലും ഡിസൈൻ വർക്കായിരുന്നാലും ഒരു രക്ഷയില്ല. അതേപോലെ നമുക്ക് ഫുൾ പോളിഷ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ കബോർഡുകളായിരുന്നാലും നമ്മുടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടും കാര്യങ്ങളായിരുന്നാലും ഈ പാനൽ ഫുള്ള് നമുക്ക് കാണുന്നത് തടിയിലാണ്. ഈ പാനൽ ഫുൾ കാണുന്ന തടിയിലാണ്. അപ്പോൾ അകത്തെ കബോർഡും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതും ഫുൾ പോളിഷ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട് നമ്മുടെ TV സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ TV സ്റ്റാൻഡ് ഫുൾ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഹാളിൽ തന്നെ നമുക്ക് ഹാളിന്റെ ഒരു ചുവര് ഫുള്ള് നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ജിക്സം വർക്ക്, നമ്മുടെ ജിക്സം വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ വുഡിന്റെ ഷേപ്പിലാണ് നമ്മുടെ ജിക്സം വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമുക്ക് TV സ്റ്റാൻഡ് നല്ല സ്പേസ് ആണ് കേട്ടോ. നമുക്കിവിടെ സോഫയും കാര്യങ്ങളും നമുക്ക് കസേരയൊക്കെ ഇടാൻ നിൽക്കുന്ന നല്ല TV സ്റ്റാൻഡിന്റെ പോർഷനിൽ തന്നെയാണ് നമുക്ക് സ്റ്റെയറും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ TV യൂണിറ്റിന്റെ സൈഡിൽ നമ്മുടെ ചെവിലിൽ നല്ല രീതിയിൽ തന്നെ വുഡിൽ നല്ല ഡിസൈനിൽ നല്ല ചെറിയ ഷോക്കേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചെടിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ TV യൂണിറ്റിന്റെ അവിടെ നിന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷൻ ആണ് കേട്ടോ. നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ പോകുന്നിടത്ത് നമുക്ക് കബോർഡിൽ ആർച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഷോക്കേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് ഫുള്ള് നമുക്ക് തടിയാണ് കേട്ടോ. നമ്മൾ വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫുൾ പോളിഷും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. അതേപോലെ നമുക്ക് ഓപ്പൺ കിച്ചനും വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ കിച്ചണിൽ തടി നമ്മുടെ കബോർഡും കാര്യങ്ങളും ഫുള്ളും ചെയ്തിരിക്കുന്നത് നമ്മുടെ തടിയിലാണ് കേട്ടോ. ആ കബോർഡും കാര്യങ്ങളും ഫുള്ളും ചെയ്തിരിക്കുന്ന തടിയിലാണ്. അതേപോലെ നമുക്ക് വാഷ് ബേസിന്റേതായിരുന്നാലും ഫുള്ളും നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡൈനിങ് സെക്ഷനിൽ നേരെ വരുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. നമുക്ക് ഇവിടെ നമ്മളിവിടെ കബോർഡ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രയ്ക്കും കിടിലായിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കബോർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് നമുക്ക് തടിയിലാണ് കേട്ടോ. നമുക്ക് തടിയിലാണ് ഫുൾ കബോർഡ് വർക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ ഹാളിലെ ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വലിയ ബെഡ്റൂമാണ് വരുന്നത്. അതേപോലെ നമുക്ക് വലിയ രീതിയിൽ കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. അപ്പോൾ റൂമിലെ കബോർഡും കാര്യങ്ങളും ഫുൾ നമ്മൾ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതാണ് നമുക്ക് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമ്മൾ വലിയ സ്പേസിൽ തന്നെ നമുക്ക് വാഷ്റൂം ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിന് ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ ജാഗോറാണ് കേട്ടോ. ഇവിടെ ഫുൾ ഉപയോഗിച്ചിരിക്കുന്ന ജാഗോറാണ് ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത് വരുന്നത് നമുക്ക് ഈ റൂമിൽ നിന്ന് അടുത്ത് വരുന്നത് 2ാമത്തെ ബെഡ്റൂമാണ്. നമ്മുടെ ഹാളിൽ നിന്ന് 2ാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ ഹാളിൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജിക്സം വർക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഷോക്കേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വാഷ്റൂം വന്നിട്ട് അപ്പോൾ വാഷ്റൂം ആയിരുന്ന നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ ഫുൾ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ ജാഗോറാണ് കേട്ടോ. നമ്മുടെ ഫുൾ ജാഗോറാണ് ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാനുള്ളതാണ് കേട്ടോ. നമുക്ക് സ്റ്റെയറും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെയറും കാര്യങ്ങളും ഫുള്ള് നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെയർ ആയിരുന്നാലും നമുക്ക് ഹാൻഡിൽ പിടികളെല്ലാം നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹാളിൽ നമുക്ക് പാനൽ വർക്ക് ഫുള്ളും ചെയ്തിരിക്കുന്ന തടിയിലാണ്. അതേപോലെ നമുക്ക് സ്റ്റെയറിലെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഫുൾ ഓട്ടോമാറ്റിക്കും അതേപോലെ നമുക്ക് സ്റ്റെയർ കയറി പോകുന്നത് നല്ല ഡിസൈൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ഡിസൈൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് തടിയിലാണ്. അതേപോലെ നമുക്ക് ഫാൻസി ലൈറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെയറിൽ ഓട്ടോമാറ്റിക് ആണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്.
ഓട്ടോമാറ്റിക് ആയിട്ട് കത്താൻ വേണ്ടി നമുക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റെയറിന്റെ അടിയിൽ ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ആ കബോർഡിൽ നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെക്കാവുന്നേ ഉള്ളൂ. അതേപോലെ അത് നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് വന്ന് വരുന്നത്. ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് സ്റ്റെയർ കയറി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം. സ്റ്റെയറിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊത്തുപണികളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റെയറിന്റെ ഒരു പൊക്കത്തിന് കണക്കിന് നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അഴുക്കാവാതിരിക്കാൻ വേണ്ടി പാനൽ വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെറിയ ഷോക്കേസും കാര്യങ്ങളും ഡിസൈന് വേണ്ടി ഷോക്കേസും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്ലോറിലെ ഹാൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല സ്പേസും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ ജിക്സം വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഫുൾ ഉപയോഗിക്കുന്ന ഫാം ലൈറ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഹാളിലെ നമ്മുടെ സ്റ്റെയർ കയറി വരുന്നത് ജിക്സം വർക്ക് ചെയ്തിരിക്കുന്നതിൽ ഫുള്ളും നമുക്ക് മറ്റേ തടിയിൽ ഡിസൈൻ വരച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ കൊട്ടാരങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിലെ വിശേഷം. അപ്പോൾ നമുക്കിവിടെ 3 ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് വലിയൊരു ബെഡ്റൂമാണ്. അതേപോലെ നമുക്കിവിടെ കബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ ഡ്രസ്സിങ്ങിന്റെ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കബോർഡും കാര്യങ്ങളും വന്നിട്ട്. ഇതാണ് നമ്മുടെ കബോർഡും കാര്യങ്ങളുണ്ട്. ഇത് ഫുൾ തടിയാണ് കേട്ടോ. ഇത് ഫുൾ തടിയിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വാഷ്റൂമിൽ നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ ബാത്റൂമിലെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ഫുൾ ജാഗ്വറാണ്. അതേപോലെ ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. അടുത്ത സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹാളിൽ നിന്ന് നമുക്ക് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അതേപോലെ നമുക്ക് തേർഡ് ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. അത് നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ രീതിയിൽ കബോർഡുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ജിക്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വാഷ്റൂമും ഉണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്. നമുക്ക് തടിയിലാണ് വരുന്നത് കേട്ടോ കബോർഡ് കാര്യങ്ങൾ. നമ്മുടെ പ്ലൈവുഡ് തൊട്ടിട്ടില്ല. അപ്പോൾ ഫുൾ കബോർഡ് തടിയിലാണ് വരുന്നത്. അതേപോലെ നമുക്ക് വാഷ്റൂമും നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഫുൾ ഉപയോഗിക്കുന്നത് ജാഗ്വറാണ്. പിന്നെ അതേപോലെ മാറ്റ് ഫിനിഷ് ടൈലൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം. അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കബോർഡും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വാഷ്റൂമും വരുന്നുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് പോകാനുള്ള നമുക്ക് ഈ റൂമിൽ നമുക്ക് ഡയറക്റ്റ് സിറ്റ് ഔട്ടിലോട്ട് പോകാനുള്ള സ്പേസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് സിറ്റ് ഔട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫുള്ളും നമുക്ക് തടി വർക്കാണ് കേട്ടോ. ഈ കാണുന്ന ഫുള്ള് നമുക്ക് തടിയാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് 2 സൈഡ് കറക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ അടുത്ത ഫ്ലോട്ടുകൾ നമുക്ക് 2-3 സെയിലായിട്ടുണ്ട്. അതേപോലെ ബാക്കി വീടും പണിയടക്കുകയും. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. ഇവിടെ ഫുള്ള് നമുക്ക് തടിയാണ് കേട്ടോ. തടിയിലാണ് നമുക്ക് ഫുൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പാനൽ ഫുള്ളും നമുക്ക് തടിയിലെ ഡിസൈനിലെ ടെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഫുള്ളും നമുക്ക് തടിയിൽ ഫുൾ പോളിഷാണ്. അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡ് ഫുള്ള് നമുക്ക് തടിയാണ് വരുന്നത് ഈ സൈഡ്. അപ്പോൾ രണ്ടാമത്തെ നിലയിലെ സിറ്റ് ഔട്ടിൽ ഫുള്ള് പാനൽ ഒട്ടിച്ചിരിക്കുന്ന ഫുൾ തടിയാണ് കേട്ടോ. അതേപോലെ നമുക്ക് തൂണിലും നമുക്ക് തേയിലും കാര്യങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നിലയിലെ സിറ്റ് ഔട്ട് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന നമുക്ക് ടെറസിലോട്ടുള്ള സ്പേസ് ആണ് കേട്ടോ സൈഡിൽ കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിലോട്ടുള്ള സ്പേസ്. അപ്പോൾ ഇതിന്റെ ഒരു വ്യൂ കാണണമെങ്കിൽ, അപ്പോൾ ഈ വീട്ടിന്റെ ഒരു വ്യൂ ആണെങ്കിൽ നമുക്ക് വൈകിട്ടാണ് നല്ലൊരു വ്യൂ, ലൈറ്റ് ഇടുമ്പോഴാണ് ഇതിന്റെ നല്ലൊരു വ്യൂവും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. ഇപ്പോൾ നല്ലൊരു സ്പേസ് ഉണ്ട്. നമുക്ക് വലിയൊരു ഫംഗ്ഷനും കാര്യങ്ങളും നടത്താനും പറ്റും. അതേപോലെ നമുക്ക് 1000 ലിറ്ററിന്റെ ഒരു വലിയ ടാങ്കാണ് വരുന്നത് ഇവിടെ.